ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഓണത്തിൻ്റെയൊക്കെ തിരക്കുകളായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. എല്ലാവരും ഒക്കെ ഓണമൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചോ? അപ്പം നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ നമ്മൾ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങുവാണ്. ഇന്നൊരു ഉച്ചയൂണിൻ്റെ വീഡിയോസാണ് ഇടുന്നത്. ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടില്ല. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലേ, മീനില്ലെങ്കിൽ ഒരു മീൻകറി പോലെ കഴിക്കണമല്ലോ. അതിന് ഞാൻ പച്ചക്കറിയിലൊക്കെ കിട്ടുന്ന കായ എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചൊരു മീൻകറി തയ്യാറാക്കാമെന്ന് കരുതി മീനില്ലാത്ത മീൻകറി. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായപ്പം കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അത് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായൂടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും തക്കാളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം വടക്കം പുളി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പായി പോയതാണ്. പിന്നെ അതിലേക്ക് വേണ്ട അരപ്പുട തയ്യാറാക്കി ഒഴിക്കാം. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ള് ഉലുവ, 2-3 ചെറിയ ഉള്ളി, ഇത്രയും അരച്ചതാണ്. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ചതിന് ശേഷം ചെറുതീയിലേക്ക് മാറ്റി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കായ്ക്ക് ഒരുപാട് വേവില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിക്കുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതാണ്ട് കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറവിട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാനൊരു സാമ്പാറാണ് വെക്കുന്നത്. തേങ്ങ അരച്ച മീൻകറിയുടെ കൂടെയൊക്കെ സാമ്പാർ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കണേ. തേങ്ങ അരച്ച മീൻകറി, ഈ കായ മാത്രമല്ല മീൻ ഉപയോഗിച്ചുള്ള മീൻകറിയും അതിൻ്റെ കൂടെ സാമ്പാർ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അരിഞ്ഞ് വൃത്തിയാക്കിയ പച്ചക്കറികളെല്ലാം കുക്കറിലേക്ക് ഇട്ട് പിന്നെ ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പാണ്, സാമ്പാർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന സാമ്പാർ പരിപ്പിന് 1 വിസിലടിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് വേവുന്ന സാമ്പാർ പരിപ്പാണ്. ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പച്ചക്കറിയുടെ കൂടെ തന്നെ സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനല്ല എങ്കിൽ പിന്നെ വേവിച്ചതിന് ശേഷം പച്ചക്കറി ഇട്ട് കൊടുത്താൽ മതി. ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം കായം. നമ്മളിവിടെ കായപ്പൊടി അങ്ങനെ ചേർക്കാറില്ല, കായ കഷ്ണമാണ് ചേർക്കുന്നത്. അതും അതിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചാണ് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ സാമ്പാർ പൊടി ചേർക്കാറില്ല. സാമ്പാർ പൊടിയാണെങ്കിൽ ഈ സമയം അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത്തിരി എണ്ണയിൽ വെണ്ടയ്ക്ക വാട്ടിയതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്തപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റിയായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പച്ചക്കറി മെഴുക്കുവരട്ടി വേണമല്ലോ. അതിന് ഞാൻ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയുടെ റെഡിയാണ്. സ്വാദിഷ്ടമായ ബീട്രൂട്ട് മെഴുക്കുവരട്ടി. വെള്ളത്തിലല്ല ഞാൻ വേവിച്ചെടുത്തത്, വെളിച്ചെണ്ണയിലാണ് വേവിച്ചെടുത്തത്. വളരെ ചെറിയ തീയിലാണ് ഞാൻ വേവിച്ചെടുത്തത്. ഇച്ചിരി സമയമെടുക്കും നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ചെറു തീയിലിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. അപ്പം നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ് കേട്ടോ. വെള്ളത്തിൽ വേവിക്കുമ്പോൾ മറ്റൊരു ടേസ്റ്റാണ്, എണ്ണയിൽ വരട്ടിയെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പം മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. മീനില്ലാത്ത മീൻകറിയും ഒഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിയായ സാമ്പാർ, പിന്നെ ഒരു മെഴുക്കുവരട്ടി, പിന്നെ ഞാൻ സലാഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അച്ചാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ നമ്മുടെ ഉച്ചയൂണിന്. ഓണമൊക്കെ കഴിഞ്ഞതല്ലേ, പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നെല്ലാം പച്ചക്കറിയിലേക്ക് പോയത്. മീൻ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയതുമില്ല. എന്നാൽ പിന്നെ ഒരു തട്ടിക്കൂട്ട് ഉച്ചയൂണാകാമെന്ന് കരുതി. അപ്പം പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഉപ്പേരി എന്നല്ല പറയുന്നത്, നമ്മളിവിടെ മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ മീനില്ലാത്ത മീൻകറി, കായ് ഉപയോഗിച്ച് തയ്യാറാക്കിയ മീൻകറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച മീൻകറി വയ്ക്കില്ലേ, അതുപോലുള്ള ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കായ് ഉപയോഗിച്ച്. ഇതുപോലെ നമുക്ക് കോവയ്ക്കയും ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇത്തിരി സലാഡ് എടുത്തിട്ടുണ്ട്. തൈരിലേക്ക് തക്കാളിയും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞ് ചേർത്ത് സലാഡ് എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാറുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് മാങ്ങ അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, അത് ഞാൻ സ്ഥലമില്ലാഞ്ഞത് കൊണ്ടാണ് വെച്ച് കൊടുക്കാഞ്ഞത്. മാങ്ങ അച്ചാറും വെച്ച് ആവശ്യത്തിനുള്ള സാമ്പാറും എടുത്തു. കുറച്ച് സാമ്പാർ ഞാൻ ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണെല്ലാം റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ ഒരു ഉച്ചയൂണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത്
സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.